എല്ലാവർക്കും പത്രമാരിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എപ്പിസോഡാണ്. അപ്പോൾ നയനയുടെയും ദേവേനയുടെയും കള്ളക്കളികളൊക്കെ പൊളിയുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കാണിക്കുക, ഇങ്ങനെ നയന തലേക്കർ തോത്തിയിട്ട് നിൽക്കുന്ന ഒരു സീനാണ് റൂമിൽ. അപ്പോൾ അവിടേക്ക് നവ്യ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നെ കാണാനോ ആദർശേട്ടനാണോ വന്നതെന്നൊക്കെ ഇനി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയണ, അല്ല എങ്കിൽ പിന്നെ എനിക്ക് ആദർശേട്ടനാണ് നിന്നോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നെ കാണാൻ ആരാ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് നീ തന്നെ വന്ന് കാണുന്നതാ നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നത്, ചുമ്മാ സർപ്രൈസ് ഇടാതെ ആരാണെന്ന് പറ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നയന പറയണേ, എടി നിൻ്റെ അമ്മ വീണ്ടും വന്നിട്ടുണ്ട് നിന്നെ കാണാൻ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് നവ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അത് കേട്ടപ്പോൾ ഞെട്ടുമെന്നാണ് ഞാൻ കരുതിയത്, ഇതിപ്പോൾ നിനക്ക് നല്ല സന്തോഷമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ മരുമകളുടെ മുന്നിൽ കീഴടങ്ങിയ സന്തോഷമായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട്. അപ്പോൾ പറയും, എനിക്കറിയായിരുന്നു അമ്മ വരുമെന്ന്. അത് ശരി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലേ നീ ഇവിടെ തന്നെ നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛനും അമ്മയും സ്ട്രിക്റ്റ് അല്ലേ, അമ്മ എന്നെ സ്നേഹത്തോടെ സ്നേഹിച്ചാലല്ലേ എന്നെ വിടുകയുള്ളൂ എന്നൊക്കെയല്ലേ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ പറയണേ, എന്നാൽ എന്തായാലും വലിയൊരു തർക്കം നടക്കും, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ നിന്നെ എന്തായാലും അങ്ങോട്ട് വിടുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് അത്രയ്ക്ക് അഹങ്കാരവും പാടില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മയ്ക്ക് അത്ര വലിയ അഹങ്കാരമൊന്നും ഇല്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയാണ്, ഇതിപ്പോൾ അങ്ങനെ ആയോ, നീ അമ്മായിയമ്മയെ സ്നേഹിച്ച് തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അമ്മയോട് ഇന്ന് സ്നേഹം മാത്രമാണ് ഉള്ളത്, അതുകൊണ്ടല്ലേ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അമ്മയ്ക്ക് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും വാ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് ദേവേനിയും കനിയും ഗോവിന്ദനും നന്ദുമൊക്കെ ഇങ്ങനെ നയന വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നവി ഇങ്ങനെ നയനയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവേനി ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണ്, നീ പെട്ടെന്ന് റെഡിയായി എന്നോടൊപ്പം ഇറങ്ങിക്കോ, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് ആദർശമോൻ വന്നപ്പോഴും ഞങ്ങൾ മോളോട് പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, പൊയ്ക്കോളം തന്നെയാണ് പറഞ്ഞത്, പിന്നെ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് തിരിച്ച് വരില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നയനയ്ക്കും ദേവേനിക്കും ഇങ്ങനെ ടെൻഷനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര വാശി പിടിച്ച് ഇരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഗോവിന്ദനാണ് കേട്ടോ പറയാം, ഇത് വാശിയൊന്നുമല്ല, ഞങ്ങൾ 7-ാം മാസം ചടങ്ങിന് വന്ന ശേഷം ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നത്, അന്ന് ഞാനും കനകയും കൂടി ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് മോളോട് ഞങ്ങളോടൊപ്പം വരാനൊക്കെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. എത്ര നാളായി ഇങ്ങനെ തന്നെ അമ്മ തുടരുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് നാളെ മുതൽ ഞങ്ങൾ കാണുന്നതാ അമ്മായിയമ്മയും മരുമകളെ വെറുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവി എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, കണ്ട് മടുത്ത്. എന്നിട്ട് നനിയോട് പറയാണ്, മോൾക്ക് ആദർശ് മോനെ പിരിയാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം, അപ്പോൾ പിന്നെ വെറുതെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് മോൾ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പക്ഷേ ആ വീട്ടിലേക്ക് ഞാനും അതുപോലെ തന്നെ ഗോവിന്ദനും ഞങ്ങൾ ആരും വരില്ല, ഒരു ചടങ്ങിനും വരില്ല, പിന്നെ മോൾക്ക് വല്ല വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഞങ്ങൾ വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവേനിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അതുപോലെ തന്നെ നയനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേനി ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പറയാം, നിങ്ങളിങ്ങനെ കടുത്ത തീരുമാനം എടുക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവേനി. അപ്പോൾ പറയുന്നുണ്ട് ഗോവിന്ദൻ, അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, ആദർശേട്ടൻ വന്ന് വിളിച്ചപ്പോഴും വരാതിരുന്നില്ല, എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയാണ്, അവൻ നിൻ്റെ ഭർത്താവാണ്, അവൻ്റെ ഒപ്പമല്ലേ നീ ജീവിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, താമസിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാണ്, അത് ആദർശമോൻ്റെ അമ്മ പറഞ്ഞ 100% സത്യം തന്നെയാണ് മോള്, അതുകൊണ്ട് പൊയ്ക്കോ, ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ആർത്ത് മാറ്റിയിട്ട് പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് വിഷമാവുകയാണ് ചെയ്യുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, ഇതാണ് എനിക്കിഷ്ടപ്പെടാത്തത്, എന്നാൽ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയണ, അപ്പോൾ ആദർശ് മോൻ്റെ അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നാണോ മോള് പറയുന്നത്, ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾക്ക് നയന മോളെ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ല, വേറൊന്നും കൊണ്ടല്ല, ആദർശ് മോൻ അമ്മ പറയുന്നതിനപ്പുറം നിൽക്കാത്ത മോന, അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിലെ മോളെ ജീവിതം പരിങ്ങലിലാണെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അത് ഞങ്ങൾക്കറിയാമെന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ്.
അപ്പോൾ ദേവേനി പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ആദർശ് ഇപ്പോൾ ഇവളെ കൂടെ കൊണ്ടുപോകുന്നില്ല. അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ അല്ലേ ഇവളിപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ആ വീട്ടിൽ അവൾക്ക് അർഹിക്കുന്ന സ്ഥാനം കിട്ടുകയുള്ളൂ. എന്നും ആദർശിൻ്റെ അമ്മയ്ക്ക് മോളോട് വെറുപ്പല്ലേ, മോൾ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയിരുന്നെങ്കിലെന്ന് ആദർശിൻ്റെ അമ്മ ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനിക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. അപ്പോഴത്തേക്കും കനകയും പറയുന്നുണ്ട്, ആ ശരിയാ, 100 വട്ടം ചിന്തിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞങ്ങളുടെ മകളെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ, അവൻ എവിടെ നിർത്തണമെന്ന് അവനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ കനക പറയാണ്, എന്നാൽ മോള് അങ്ങോട്ട് പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ പോകുന്നില്ല, ഞാൻ അമ്മയോടൊപ്പം പോയിട്ട് എൻ്റെ അമ്മയും അച്ഛനും കാണാൻ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ സങ്കടത്തിൽ പറയണം കേട്ടോ. ഇത് നയന ഇങ്ങനെ കരഞ്ഞും കൂടെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് രണ്ടും കൂടി പറ്റില്ല, ഇവിടെ നിൽക്കുന്നെങ്കിൽ മോളെ ഇപ്പോൾ തന്നെ ആദർശിൻ്റെ അമ്മയോട് പറയണം ഇനി അങ്ങോട്ടില്ലെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവേനി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, മോള് വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുക്കണം, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, ഇന്ന് ഒരു അവസാന തീരുമാനം എടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ പോകുമ്പോൾ ഇവൾ എന്നോടൊപ്പം എനിക്കൊപ്പം വരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, മരുമകളെ സ്നേഹിക്കാത്ത അമ്മയോടൊപ്പം ഞങ്ങളുടെ മോളെ നിർത്താൻ ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് മനസ്സുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദനും പറയണത് അത് തന്നെ എനിക്കും പറയാനുള്ളത്, മോളെ ഒരു കാരണവശാലും ആദർശിൻ്റെ അമ്മയോടൊപ്പം അങ്ങോട്ട് വിടില്ല എന്നിങ്ങനെ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ. അപ്പോഴത്തേക്കും ദേവേനി പറയാണ്, അത് ശരി, അപ്പോൾ നിങ്ങൾ വാശിയാണല്ലേ, എന്നാൽ പിന്നെ എനിക്കും വാശിയുണ്ട്, ഞാൻ ഇവിടെ കൊണ്ടുപോകും, എൻ്റെ മരുമകളെ എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയനയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നയനയുടെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ താലി എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പറയാണ്, ഇങ്ങനെ ഇവളെ കഴുത്തി കിടക്കുന്ന ഒരു താലിയുണ്ട്, എൻ്റെ മകൻ കിട്ടിയ താലിയാണ് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടമുണ്ട്, നല്ല ദേഷ്യത്തിലുമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ദേവേനി. അപ്പോഴത്തേക്കും കനക പറയാണ്, ആ താലിക്ക് വലിയ പ്രസക്തിയൊന്നും ആദർശിൻ്റെ അമ്മ കൊടുത്തിട്ടില്ലല്ലോ, പറയാറുണ്ടല്ലോ മുഖം മറച്ചാണ് കതിർമണ്ഡപത്തിൽ ഇരുന്നതെന്നൊക്കെ ഇങ്ങനെ കനകയും പറയുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി അങ്ങ് സങ്കടത്തോടെ അങ്ങ് പറയണം കേട്ടോ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ മാച്ചു കളഞ്ഞു, ഇനി മോളില്ലാതെ അനന്തപുരി തറവാട് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകില്ല. അതിപ്പോൾ ആദർശിന് മാത്രമല്ല, അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും പിന്നെ ജയേട്ടന് മാത്രമല്ല, എനിക്കങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയും ഗോവിന്ദനൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ പറയുകയാണ്, ഇനി തർക്കത്തിനൊന്നും ഞാനില്ല, ഇനി സംസാരിക്കാനും ഞാനില്ല, കല്യാണം കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ ഭാവിയല്ല നോക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ദേവേനി ഭയങ്കര സങ്കടത്തിലാണ് പറയുന്നത്. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, അത് ഞങ്ങൾ തടസ്സമൊന്നും നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, ആദർശൻ്റെ അമ്മ ഇന്നും ആഗ്രഹിക്കുന്നത് അമ്മയ്ക്ക് കരൾ ദാനമായിട്ട് നൽകിയില്ലേ ആ പെൺകുട്ടിയെ പോലുള്ള ഒരു മരുമകളെയാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേ അത് കേൾക്കുമ്പോൾ ഗോവിന്ദനും പറയാണ്, അതെ മോള് പറഞ്ഞത് സത്യം തന്നെയാണ്, ആ പെൺകുട്ടി വിവാഹിതയായതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല, അല്ലേന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേനെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മോളെ തള്ളിക്കളഞ്ഞിട്ട് അവളെ ആദർശിൻ്റെ അമ്മ മരുമകളായി ആക്കിയനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി അങ്ങ് പൊട്ടിപ്പോവേണ്ട കേട്ടോ, കരഞ്ഞ് അങ്ങ് പറയുകയാണ് ചെയ്യുക. അപ്പോൾ ദേവേനി ഇങ്ങനെ നയനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് സത്യം, എൻ്റെ ജീവൻ നിലനിർത്തിയ പെൺകുട്ടിയെ മറക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇവളെ എൻ്റെ മരണം വരെ ഞാൻ ചേർത്ത് പിടിക്കും, മറ്റേ ആരെക്കാളും എൻ്റെ മോനേക്കാളും സ്നേഹമായി എനിക്ക് എൻ്റെ മോളോട്, ഇവളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതുപോലെ തന്നെ കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനെയൊക്കെ നല്ല സന്തോഷമാണെന്നും നയന ഇങ്ങനെ നവ്യ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് ചെയ്യുന്നത് എല്ലാവർക്കും. ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ദേവേനി ഇതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നു, എന്തിനിങ്ങനെ വളച്ചു കെട്ടലൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദനും പറയാണ്, കള്ളം പറയാത്ത മോളായിരുന്നു നയന മോള്, ആ മോളും കൂടെ അമ്മായിയമ്മയും മരുമോളും കൂടെ ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു നാടകം കളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, ഇങ്ങനെ
എന്തിനാ ഇതിൻ്റെയൊക്കെ ഒരാവശ്യം ഉണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ പ്രായശ്ചിത്തൊക്കെ അവിടെ പോയി നിങ്ങൾ പ്രായശ്ചിത്തം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും കണ്ടായിരുന്നു. പിന്നെ അമ്മായിയമ്മ മരുമകളുടെ തലയിട്ട് മുല്ലപ്പൂ ചൂടി കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ 7 മാസ ചടങ്ങിന് അങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയന ചോദിക്കുന്നുണ്ട്, പിന്നെ ഇതിപ്പോൾ ആരുടെ ബുദ്ധിയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ബുദ്ധിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ബുദ്ധി എന്നില്ല, ഇത് അച്ഛനും അമ്മയും കൂടെ ചേർന്നെടുത്ത തീരുമാനം തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമാവുകയാണ് നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നിട്ടാണല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് നടന്നത്, ഇത്ര സ്നേഹം ഉണ്ടായിരുന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുക എല്ലാവർക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ നിങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്, ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ അടുത്ത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, അത് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു അവാർഡൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ എനിക്ക് അമ്മ അറേഞ്ച് ചെയ്ത് തന്നതാണ്. പക്ഷേ എന്നിട്ടും അമ്മ അതിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അന്ന് അമ്മ പങ്കെടുത്താൽ മാത്രമേ അവാർഡ് വാങ്ങിക്കാൻ വരത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. അന്ന് അത്രയും മുമ്പിൽ ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് അന്ന് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അമ്മയുടെ കള്ളത്തനം നമ്മൾ പൊളിച്ചെടുക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, 2 ദിവസം കൊണ്ട് നോക്കിയിട്ട് ഞങ്ങളല്ലെങ്കിൽ മോളെ കൊണ്ടുവിടാമെന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ ആദർശ് മോനെ ഇങ്ങോട്ട് വിളിക്കുക എന്നാണ് വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ കനകയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഹാപ്പിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുക എല്ലാവരും. ദേവേനി പറയുന്നുണ്ട്, സത്യമൊക്കെ അറിഞ്ഞതിന് ശേഷം എവളാണ് എനിക്ക് കരളദാനമായിട്ടൊക്കെ തന്നതെന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു നിമിഷം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തേക്ക് കനകയും ദേവേനിയൊക്കെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവയാനി അച്ഛനും അമ്മയും കൂടെ എന്നെ ഒരുപാട് പേടിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ മോളെ നയനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് നവി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അമ്മയാണ് ഞാനിങ്ങനെ ജീവൻ കൊടുത്ത് രക്ഷിച്ചാലും പറയും, അവളെ ജീവൻ പോയത് തന്നെ നല്ലതായല്ലോ എന്ന് വിചാരിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അതുപോലെ തന്നെ മൂർത്തി സാറും മുത്തശ്ശിയും ആദർശും ജയനും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, മോന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുകയാണ്, ഇല്ല മുത്തശ്ശ, ഞങ്ങളായിട്ട് വേറെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അമ്മയുടെ ഇതുകൊണ്ടാണ് അവരിങ്ങനെ വിടാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുകയാണ്, ഇത്രയും നല്ല ഒരു മോളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമല്ലേ, എന്നിട്ട് അതൊന്നും ദേവേനെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഇനി എല്ലാ സത്യങ്ങളും നമ്മൾ പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജയനും പറയുകയാണ് ചെയ്യാം, അമ്പലത്തിലേക്ക് പോയിരിക്കുക, ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുകയാണ്, മോള് മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, മോള് മടങ്ങി വന്നാലും മോളെ സ്നേഹിച്ചിട്ടല്ലേ കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് പോയി വിളിക്കാം, മോളില്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് പറ്റില്ല, മോള് രാവിലെ ചായ ആയിട്ട് വരുന്ന ആ മുഖം കാണാതെ ഞങ്ങൾക്കൊരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഒരു ദിവസം ദേവേനെ ഇങ്ങനെ മോളുടെ തലയൊക്കെ തോർത്തി കൊടുക്കുന്നത് കണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു അമ്മായിയമ്മ മരുമോളെ സ്നേഹിക്കുമായിരിക്കുമെന്ന്. പിന്നീടല്ലേ മോളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത്ര നേരവും മോളുടെ ചെവി തന്നെയായിരുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി സത്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിയിക്കേണ്ടി വരും താമസിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്തായിട്ട് നയനയുടെ വീടാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ കാപ്പി കുടിക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ ഗോവിന്ദ പറയുന്നുണ്ട്, എന്നിരുന്നാലും ആദർശമോൻ തന്നെ ഈ സംഭവങ്ങളൊന്നും അറിയാത്ത വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കനകയും പറയുന്നത്, അതെ എന്നാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോള് കരൾ ദാനമായിട്ട് കൊടുത്തതിന് ശേഷം മൂർത്തി സാറും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെയൊക്കെ വന്നിട്ട് ഒരു ചെല്ലം നിറയെ സ്വർണം കൊണ്ട് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയാണ്, അതൊക്കെ അതിൻ്റെ പേരിലൊക്കെ ഞാൻ
ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു, അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഇതാണ് കാര്യമെന്നൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയണ്ടേ, എന്നാലും മോള് ചെയ്തത് എനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ചാൽ ചേച്ചിയും അനിയത്തിയുടെ ഒപ്പം നന്ദുമുളയോടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, അനിയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. എന്തായാലും അത് നയനമോള് ചെയ്തതൊന്നും തെറ്റായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയാണ്, അതായത് ഞങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്, ഇല്ല അനിയുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നന്ദുമോളായിരുന്നെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നത്തിനും കാരണം എവളെന്നുള്ള രീതിയിലാണ് അവിടെ അടി നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, എവിടെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാണരുതെന്നൊക്കെ പറഞ്ഞതാണ്, എന്നിട്ടും അവൾ കാണുന്നുണ്ട്. ഇനി മാക്സിമം ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കാമെന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിച്ച് പോകണം മോളെ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്തായാലും എനിക്കിപ്പോൾ മൊത്തത്തിലൊരു സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവത്തിൽ നല്ലൊരു സദ്യയാണ് ഒരുക്കി തരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവയാനി പറയുന്നുണ്ട്, ഇനി പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും നല്ലൊരു സദ്യ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിച്ചോ, ഞാനും മോളും കൂടെ വന്ന് കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, നയനെ നോക്കിയിട്ട് നയനെപ്പോലുള്ള ഒരു മോളെ കിട്ടിയതിൽ ഏറ്റവും നല്ല ഭാഗ്യമാണ് അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ മോനും എന്നൊക്കെ പറയാണ്, ഇങ്ങനെ നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവർ തമ്മിൽ ഇനി ഒരിക്കലും പിരിയാനൊന്നും പോകില്ല. ആദ്യം കിരിയും പാമ്പൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ നല്ല മനസ്സിലാക്കി തന്നെ അവർ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനെ പറയുന്നുണ്ട്, ഇപ്പോൾ ആദർശന് എന്നോട് ചെറിയ ദേഷ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, അത് ആർക്കായാലും കാണില്ലേ, മോള് വിളിച്ചിട്ട് വന്നില്ലല്ലോ അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് നല്ല വിഷമമാണ് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നയനയ്ക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ നല്ലതായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതോടെ കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.